വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് PNC മാക്കിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് റിജക്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് വന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറേ കുട്ടികൾ മാർക്ക് തെറ്റിച്ച് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കുട്ടികൾ എലിജിബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോസ്പെക്ടസിൽ നമ്മൾ PNC മാക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് വിശദമായിട്ട് പറഞ്ഞതാണ് ആർക്കൊക്കെയാണ് PNC മാക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ നമ്മൾ പല കുട്ടികളും എലിജിബിലിറ്റി, അതായത് അവരുടെ ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാതെ അവർക്ക് എലിജിബിൾ ആണോ എന്നത് മനസ്സിലാക്കാതെയാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. അങ്ങനെയുള്ള കുട്ടികളെയും ഇതിൽ നിന്നും റിജക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ പക്ഷം ഇനി റാങ്ക് ലിസ്റ്റിൽ ഇവർ വരികയുമില്ല. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെന്റോ കാര്യങ്ങളോ PNC മാക്കിൻ്റെത് ഇവർക്ക് കിട്ടുകയുമില്ല. അപ്പോൾ ഇതില് നമുക്കിനി ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇനി PNC മാക്കിന്റെ ഭാഗത്ത് നിന്നും ഒരു എഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ മാർക്കുകൾ തെറ്റുപറ്റിയ കുട്ടികൾക്ക് ഇതിനെ തിരുത്താൻ ഒരു അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലാത്ത കുട്ടികളുടേത് ഉറപ്പായിട്ടും റിജക്റ്റ് ആവുന്നതുമായിരിക്കും. ഏതെങ്കിലും കുട്ടികളുടേത് PNC മാക്കിൽ റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക, എന്താണ് റീസണും എന്നും കൂടി ഒന്ന് പറയുക. അപ്പോൾ PNC മാക്കിൽ ഇതിനെ എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ 8 പേജസ് വരെ വന്നിട്ടുണ്ട് റിജക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെത്. അപ്പോൾ ഇതില് റീസൺ പറഞ്ഞിട്ടുണ്ട്. ചില കുട്ടികളുടേത് നോട്ട് കംപ്ലീറ്റഡ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് PNC മാക്കിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാത്ത കുട്ടികളെയാണ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറിന്റെ അടുത്ത് ഒരു സെർച്ച് ബട്ടൺ കിടപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര് നിങ്ങൾക്കായിട്ട് സെർച്ച് ചെയ്യേണ്ട, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടേത് റിജക്റ്റഡ് ആണോ അക്സെപ്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് അക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയില്ല, നിങ്ങളത് റിജക്റ്റഡ് അല്ല എന്നത് കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്. പല കുട്ടികൾക്കും എന്തെങ്കിലും എറർ സൈറ്റിലുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഇതിൽ അടിച്ചു കൊടുത്തതിന് ശേഷം മനസ്സിലാക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. കുറെ കുട്ടികളുടേത് നോട്ട് കംപ്ലീറ്റഡ്, ചിലപ്പോൾ ഡോക്യുമെന്റ്സിന്റെ പ്രോബ്ലം കൊണ്ടാകാം, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നതുമായിരിക്കാം. അപ്പോൾ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കുട്ടികളിൽ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ളത്. അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ഒരു ലിങ്ക് ത്തേക്കാം. കാരണം പല കുട്ടികൾക്കും ഇപ്പോഴും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം ഇങ്ങനെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. എലിജിബിലിറ്റിയിൽ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓഫ് കേരള ഓർ ഇക്വാലന്റ് എക്സാമിനേഷൻ റിക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 50% മാർക്ക് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് 50% മാർക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ സെക്കൻഡ് ഇയർ ഓൺലി ആർ എലിജിബിൾ ഫോർ അഡ്മിഷൻ. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ 50% മാർക്ക് വേണം. അതുപോലെ ഇംഗ്ലീഷിന് ആ ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ടും 50% മാർക്ക് വേണം. ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് PNC മാക്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. പല കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് നോക്കാനായിട്ട് അവർക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് ആർക്കൊക്കെ ഇതിന് എലിജിബിലിറ്റി ഉണ്ട് എന്നത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ NRI സ്റ്റുഡൻസിന് അതനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ അക്സെപ്റ്റഡ് ആവുകയുള്ളൂ. ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് വെച്ചിട്ട് ഏതൊക്കെ കുട്ടികൾക്കാണ് റിജക്റ്റ് ആയത് അത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓഗസ്റ്റ് 27-ാം തീയതിയാണ് PNC മാക്കിന്റെ അടുത്ത അക്സെപ്റ്റഡ് ഡേറ്റ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്ത് നോക്കണം എന്നത് നമ്മൾ കഴിഞ്ഞ PNC മാക്കിന്റെ അപ്ഡേറ്റ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ 27-ാം തീയതിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് PNC മാക്കിൻ്റെത്. അപ്പോൾ
ഉള്ള വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി PNC മാക്കിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കറക്റ്റ് അപ്ഡേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ കാണുന്നുണ്ടാകും. അപ്പോൾ ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതുമാണ്. പല കുട്ടികളും ID അറിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കഫേയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ID ഒക്കെ തരുന്നതായിരിക്കും. ഈ IDയും പാസ്വേഡും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യാതിരിക്കുക. പല കുട്ടികളും കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട് ID മിസ്സായി പോയി എന്നുള്ളത്. നിങ്ങൾ കഫേയിൽ പോയാണ് അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരത് തിരിച്ചെടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അത് പിന്നീട് മിസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. മുന്നോട്ടുള്ള അലോട്ട്മെന്റും കാര്യങ്ങൾക്കൊക്കെ അത് നമുക്ക് വേണം. അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ഇനി അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നാണ്, അതുപോലെ ഓരോ അലോട്ട്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളത് വീഡിയോ ചെയ്തതുമാണ്. അപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആരുടെ വീഡിയോ കണ്ടാലും ശരി, നിങ്ങളത് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ റിജക്റ്റഡ് വന്നിരിക്കുന്നതിൽ മാർക്കിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എലിജിബിലിറ്റി ഓൾറെഡി PNC മാക്ക് പറഞ്ഞ കാര്യമാണ്. 50% മേളിലുള്ള കുട്ടികൾക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ എന്നുള്ളത്. പക്ഷേ പല കുട്ടികളും മാർക്ക് എൻ്റർ ചെയ്തത് തെറ്റായിട്ടുള്ളതും ഒരു റീസൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് PNC മാക്കിൽ നിന്നും വരികയാണ് എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളും സൈറ്റിൽ കയറി നോക്കുക എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ടോ എന്നുള്ളത്. 27-ാം തീയതിയാണ് നമ്മുടെ വെരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ എന്തെങ്കിലും എഡിറ്റിംഗ് ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, കറക്ഷൻ ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് അക്സെപ്റ്റഡ് ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സീസണിൽ സബ്ജക്ട് ടോട്ടൽ എറർ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സബ്ജക്റ്റിന്റെ മാർക്ക് സബ്ജക്റ്റിന്റെ ടോട്ടലിനേക്കാളും കൂടുതലായിട്ടുള്ളതും കുറവായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഓഗസ്റ്റ് 20-ാം തീയതി വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അതുവരെ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താമായിരുന്നു. അപ്പോൾ ചെയ്യാത്ത കുട്ടികളുടേതാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഒരു എഡിറ്റിംഗ് ഓപ്ഷനോ കറക്ഷൻ ഓപ്ഷനോ എന്തെങ്കിലും വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളും സൈറ്റിൽ കയറി അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും റിമാർക്ക് ഓപ്ഷനോ എഡിറ്റിംഗ് ഓപ്ഷനോ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ എന്താണോ തിരുത്തി അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സബ്ജക്റ്റിന്റെ മാർക്ക് എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ്സ് എല്ലാവരും നോക്കി അഡ്മിഷൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോവുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.